ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഏറ്റുവാങ്ങി കർത്താവിന്റെ അളവറ്റ നന്മ, കാരുണ്യം, സ്നേഹം അനുഭവിച്ചറിയുവാന് എത്രയോ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ദിവസമാണ് ദൈവമായ കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കുമ്പോഴും ഒരുപക്ഷെ സങ്കടങ്ങളുടെ, വേദനയുടെ, നഷ്ടപ്പെടലിന്റെ ഓർമ്മയായിട്ടായിരിക്കാം ഒരു പ്രഭാതം നിനക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഏത് ഞെരുക്കത്തിന്റെ നടുവിലും ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക്, അടിമത്തങ്ങൾക്ക്, സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടു പോയ മക്കളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ അറിയുന്നവര്, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചവര്, അവരൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്കറിയാം, പൗലോസും സീലാസും ജയിലറയിൽ കിടക്കുമ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ആഘോഷങ്ങളുടെ നടുവിലല്ല, സങ്കടങ്ങളുടെ, വേദനയുടെ, ഞെരുക്കത്തിന്റെ, മരണത്തിന്റെ ജയിലറയിൽ കിടക്കുമ്പോഴും അസാധ്യതകളെ സാധ്യതമാക്കി മാറ്റുന്ന, സാഹചര്യങ്ങളെ, അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം ലേഖനത്തില് 4-ാം അധ്യായത്തിൽ 4-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവിടെ നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല മക്കളെ. കാരണം നമ്മൾ ഏറ്റുവാങ്ങിയ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന ആ ദൈവം ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അനുകൂലമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ അസാധ്യമെന്ന് എനിക്കും നിനക്കും തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്നവൻ, അവൻ നമ്മുടെ കൂടെയുണ്ട്. ജെറമ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ 19-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യുമെന്ന് വിജയിക്കില്ല, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ലോകം, പ്രിയപ്പെട്ട മക്കളെ, പലതും നമ്മുടെ മുന്നിലേക്ക് മാടി വിളിക്കും. പക്ഷെ പല അടിമത്തങ്ങളായിട്ടായിരിക്കാം, അന്ധവിശ്വാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം, നമ്മുടെ ചുറ്റും എന്തുമായിക്കോട്ടെ, പക്ഷെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ സഭയുടെ, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചന പുസ്തകം 20:11 നമ്മൾ വായിക്കുന്നുണ്ട്, വീരയോദ്ധാവിനെ പോലെ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഈ ലോകം മുഴുവനും നമുക്കെതിരെ കടന്നു വന്നാലും ആ ലോകത്തിന്റെ മുന്നില് ദൈവമായ കർത്താവ് ഈ ലോകത്തെ നിനക്ക് മുമ്പിൽ കാലിടറുക്കുവാൻ കഴിവുള്ളവനാണ്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അന്ധകാരത്തിന് അടിപ്പെട്ടു പോയ മക്കള്, അടിമത്തങ്ങൾക്ക്, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയക്ക് അടിപ്പെട്ട് കുടുംബം നശിപ്പിക്കുന്നവർ, ലോകത്തെ നശിപ്പിക്കുന്നവർ, സഭയെ നശിപ്പിക്കുന്നവർ, വ്യക്തികളെ നശിപ്പിക്കുന്നവർ, കർത്താവെ, ആ മക്കളോട് കരുണ തോന്നണം. കുടുംബത്തോട്, സമൂഹത്തോട്, സഭയോട്. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, ഈശോയുടെ വലിയ കാരുണ്യം, വചനത്തിന്റെ കൊട്ടകെട്ടി, യേശുനാമത്തിൽ ശക്തിയാൽ, വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം, തിരുരക്തത്തിന്റെ വലിയ മുദ്രയാൽ നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം നമുക്ക് ഓരോരുത്തർക്ക് ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ.